നമസ്കാരം, എവർക്കും DQയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. 10th പ്രിലിംസ് 4ാം ഘട്ടം എഴുതാൻ പോകുന്നവർ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 10th പ്രിലിംസ് മാത്രമല്ല, മറ്റ് PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വെയിറ്റേജ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വെയിറ്റേജ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. കേരള പ്രഭ പുരസ്കാരമാണ്. എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് ആൻസർ. എസ് സോമനാഥും ഭുവനേശ്വരിയും. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവര് എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. അപ്പം MK സാനുവിന് എന്താണ് ലഭിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? MK സാനുവിന് കേരള ജ്യോതി പുരസ്കാരമാണ് ലഭിച്ചത്. കേരള ജ്യോതി. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിന്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിൽ വെച്ചിട്ടാണ്. റഷ്യയിലെ കസാനിൽ വെച്ചിട്ട്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവസാനത്തെ ഭേദഗതി. 106ാം ഭരണഘടനാ ഭേദഗതി. 106ാം ഭരണഘടനാ ഭേദഗതിയാണേ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ഈ ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ആർ ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് ആർ ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? BR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. പ്രൊജക്ട് ഡയറക്ടറാണ് ആർ ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആർ ഹട്ടനും ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഈ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ്. അപ്പോൾ ആദ്യമായി ഈ പദ്ധതി പ്രകാരം പോകാൻ ഒരുങ്ങുന്നത് മനുഷ്യരല്ല, ഒരു റോബോട്ടാണ്, ഹ്യൂമനോയിഡ് റോബോട്ട്. ആ റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര എന്ന റോബോട്ടാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോകാനായിട്ട് ഒരുങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് ചന്ദ്രയാൻ 3 കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3 എന്ന വാഹനത്തിലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? സോമനാഥ് മാറിയിട്ടുണ്ട്. നിലവിലെ ISRO ചെയർമാൻ V നാരായണനാണ്. ഡോക്ടർ V നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. പിന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരും റോവറിന്റെ പേരും. ഇപ്പം ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം ലാൻഡർ. റോവറിന്റെ പേര് പ്രഗ്യാൻ. ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും.
ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ ഒരു പോയിന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആദിത്യ L1 കുറിച്ചും കുറച്ച് പോയിന്റ് നോക്കി വെച്ചേക്കുക. ആദിത്യ L1 എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ്. എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? ഇത് 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ഈ ആദിത്യ L1 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നിട്ടാണ്. ആദിത്യ L1 വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപണ വാഹനം. ആദിത്യ L1 ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് അല്ലെങ്കിൽ L1 പോയിന്റ് അല്ലെങ്കിൽ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് അല്ലെങ്കിൽ L1 പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ആദിത്യ L1 ലക്ഷ്യം. ആദിത്യ L1 പോയിന്റിൽ എത്തിയ ഡേറ്റും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2024 ജനുവരി 6. 2024 ജനുവരി 6 L1 പോയിന്റിൽ ആദിത്യ L1 എത്തിയത്. ഇപ്പോൾ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. PSLV C-57 ആണ് വിക്ഷേപണ വാഹനം. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. അവിടെയുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 സ്ഥാപിച്ചത്. 2024 ജനുവരി 6 L1 പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ സ്ഥാപിച്ചത്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം അല്ലെങ്കിൽ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? അത് ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഈ ബുദ്ധമയൂരിനെ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ചത് 2018 തന്നെയാണ്. 2018 നവംബർ 12. അപ്പോൾ ഔദ്യോഗിക ഫലം ചക്കയാണ്. ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷം 2018. ബുദ്ധമയൂരിയാണ് സംസ്ഥാന ചിത്രശലഭം. 2018 തന്നെയാണ് ഔദ്യോഗിക ചിത്രശലഭമായി ബുദ്ധമയൂരിനെ പ്രഖ്യാപിച്ചത്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി 30%. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? അപ്പോൾ ആദ്യം നമുക്ക് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏതാണെന്ന് നോക്കാം. അർജന്റീന. എല്ലാവർക്കും അറിയായിരിക്കും അർജന്റീന. ഈ അർജന്റീന ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ്? തെക്കേ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ്. എന്നാണ് മണ്ണ് ദിനം ആചരിക്കുന്നത്? ഡിസംബർ 5. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഇനി ബാക്കി ദിനങ്ങളും കൊണ്ട് നമുക്ക് നോക്കാം. ജലദിനം. എന്നാണ് ജലദിനം? മാർച്ച് 22. വനദിനം മാർച്ച് 21. പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. അപ്പോൾ കുറച്ച് അടുത്തടുത്ത് വരുന്ന ദിനങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്, അത് പറഞ്ഞു തരാം. വന, ജല, കാലാവസ്ഥ, ക്ഷയരോഗ ദിനം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി വന, ജല, കാലക്ഷയം അല്ലെങ്കിൽ വനജയുടെ കാലിൽ ക്ഷയം എന്നിങ്ങനെ എന്തെങ്കിലും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥ ദിനം മാർച്ച് 23,
ക്ഷയരോഗ ദിനം മാർച്ച് 24. മാർച്ച് തന്നെയാണ്, മാർച്ച് 24. അപ്പോൾ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളാണ്. ഈ ഒരു കോഡ് വെച്ച് ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കുക. വനജല കാലക്ഷയം അല്ലെങ്കിൽ വനജയുടെ കാലിൽ ക്ഷയം എന്നിങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ദിവസമാണ് ലോക ഭൗമദിനം. ലോക ഭൗമദിനം എന്നാണ്. ലോക ഭൗമദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22 ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഈ ദിനങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം തന്നെ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് അടുത്ത എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ UN സെക്രട്ടറി ജനറൽ. അദ്ദേഹത്തിൻ്റെ ജന്മദേശം പോർച്ചുഗലാണ്. പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ഇപ്പം ഗോൾഡ് പൈസ ഉണ്ടെങ്കിൽ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. നമുക്ക് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവരെ കൂടെ നോക്കാം. 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചവരെ നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് ഡാരൻ അസമോഗു. ഡാരൻ അസമോഗു തുർക്കിക്കാരനാണ്. അദ്ദേഹം തുർക്കിയാണ്. പിന്നെ അടുത്തത് സൈമൺ ജോൺസൺ. സൈമൺ ജോൺസൺ UK കാരനാണ് അദ്ദേഹം. അടുത്ത ആള് ജെയിംസ് എ റോബിൻസൺ. ജെയിംസ് എ റോബിൻസൺ അദ്ദേഹവും UK കാരനാണ്. യുണൈറ്റഡ് കിങ്ഡം UK കാരനാണ്. അപ്പോൾ ആരൊക്കെയാണ്? ഡാരൻ അസമോഗു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പം എന്തിനാണ് അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്? ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് അഫക്റ്റഡ് പ്രോസ്പെരിറ്റി. സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലും കൂടെ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.